പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും. ഈ പുസ്തകത്തിൻ്റെ ഹെഡിങ് അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും. ഈ 11-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹെഡിങ്. അപ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആമേൻ. ആ 3-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് ചെറിയൊരു എക്സാമിനുള്ള എഴുതിക്കൊള്ളണം, സൈഡിൽ എഴുതിക്കൊള്ളണം, എക്സാമിന് വരുന്ന ഭാഗം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ദേവാലയത്തിൽ ബ്രാക്കറ്റിൽ യെരുശലേം ദേവാലയം, യെരുശലേം ദേവാലയമുണ്ട്. അതിനെയാണ് വിശുദ്ധ നഗരം അഥവാ വിശുദ്ധ മന്ദിരം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റിൽ സ്വർഗത്തിലാണ് യഹോവയുടെ സിംഹാസനം. എങ്കിലും യഹോവയുടെ സാന്നിധ്യം പഴയ നിയമത്തിൽ ഏത് ആലയത്തിലാണ് നിറഞ്ഞതെന്നറിയാമോ? പഴയ നിയമത്തിൽ യെരുശലേം ദേവാലയം അഥവാ വിശുദ്ധ മന്ദിരം. ഈ പദം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ യെരുശലേം ദേവാലയം, ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആമേൻ വേദ പണ്ഡിതന്മാർ പറയുന്നത് വിശുദ്ധ നഗരം അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരം. അതായത് അതിനെ യെരുശലേം ദേവാലയത്തിലാണ്. നമുക്കറിയാം ശലോമോൻ നമുക്ക് ഏറ്റവും വളരെ അനുഗ്രഹത്തോടെ ചില വാക്കുകൾ ശലോമോൻ പറയുന്നുണ്ട്. എന്താണ്? ആമേൻ, എനിക്ക് ആരാധിക്കാൻ കഴിയാത്ത വണ്ണം, സ്തോത്രങ്ങൾ യാഗങ്ങൾ അർപ്പിക്കാൻ കഴിയാത്ത വണ്ണം എന്ത് ചെയ്തു? ആലയം പുക കൊണ്ട് നിറഞ്ഞു. സ്തോത്രം. ഒരു 5 മിനിറ്റ് പോലും ആലയത്തിനകത്ത് നിൽക്കാൻ കഴിയാത്ത ഒരാലയം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം പഴയ നിയമത്തിൽ നിറഞ്ഞു നിന്ന ഒരാലയം എന്ന് പറഞ്ഞാൽ വിശുദ്ധ മന്ദിരം. ആമേൻ. യെരുശലേം ദേവാലയമാണ് കർത്താവിൻ്റെ സിംഹാസനം എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. കർത്താവ് വസിക്കുന്ന ഒരു ആലയമാണ് കേട്ടോ. ആമേൻ. ഇത്രയും ഭാഗം പരീക്ഷയ്ക്ക് വരും. ആമേൻ. അത് ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളണം. 2, മനുഷ്യപുത്രന്മാരിൽ ആരാകണം ദൈവത്തിൻ്റെ കണ്ണുകൾ? ദൈവത്തിൻ്റെ കണ്ണുകൾ. എങ്കിലും യഹോവ എന്ന വസ്തുത വ്യക്തമാക്കുന്നു. കൺപോളകൾ എന്നത് കണ്ണുകൾ. എങ്കിലും കൺപോളകൾ ചെറുതാക്കി സൃഷ്ടിച്ചിരിക്കുന്നു.
സൃഷ്ടിച്ചിരിക്കുന്ന നിരീക്ഷണം എന്ന ധ്വനി ഇവിടെ ഇല്ലാതല്ല. ശോധന ചെയ്യുന്നു എന്ന പ്രയോഗം ഇതിനെ സ്ഥിരീകരിക്കുന്നു. ലോഹങ്ങൾ ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് ശോധന ചെയ്യുക എന്നുള്ള പദം. എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നാലാമത്തെ വാക്യത്തിലാണ് നമ്മൾ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നത്, അല്ലേ? നാലാമത്തെ വാക്യം പറയുന്നു, ഒന്ന് വായിച്ചിട്ട് നാലാമത്തെ വാക്യം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുള്ള യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. അപ്പൊ ഈ കണ്ണുകൾ ആരെന്നറിയാമോ? ഈ കണ്ണുകൾ അല്ലെങ്കിൽ കൺപോളകൾ ആരെന്നറിയാമോ? ആരാ? പറഞ്ഞേ, ആരാണെന്ന് പറഞ്ഞേ, അഡ്മിറ്റ് ചെയ്ത്. ദൈവം. ഈ കണ്ണുകൾ ആരാ? കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങളെ തൊടുന്നത്, പറഞ്ഞേ, എൻ്റെ കണ്ട കൃഷ്ണമണികളെ തൊടുന്നു. അപ്പൊ കണ്ണുകൾ ആരാ? നമ്മൾ തന്നെ. യെസ്, അഭിഷത്തെ നമ്മൾ തന്നെ. അപ്പൊ നമ്മുടെ കണ്ണുകൾ എന്തായിരിക്കണം? വായിച്ചേ, ഇരമ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണേ. അതിൽ വ്യക്തമായി പറയുന്നു, യഹോവയുടെ കണ്ണുകൾ ഭൂമിയിലുള്ള മനുഷ്യരെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആരാ? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ കണ്ണുകൾ ഭയങ്കര ശക്തിയാ കേട്ടോ, ഭയങ്കര ശക്തിയാ. നമ്മുടെ കൈ, നമ്മുടെ കണ്ണുകൾ, ആമേൻ, നമ്മുടെ അവയവങ്ങൾക്ക് ഭയങ്കര ശക്തിയാ കേട്ടോ. കാരണം നമ്മൾ വസിക്കുന്നത് ആരെന്നറിയാമോ? പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ ഒരു സ്ഥലത്തേക്ക് കാൽപാത ഊന്നിക്കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ തലയിൽ നിയോഗത്തോടെ കൈ വച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഭയങ്കര വിടുതല കേട്ടോ. നിങ്ങളുടെ കൈയെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കണ്ണുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ കാലുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാമോ? എന്താ ആഗ്രഹിക്കുന്നത്? ആമേൻ. നമ്മളിൽ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ആരാധനയാ. സ്തോത്രം. നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ, ആരാധന. നമ്മുടെ പണമോ സ്വത്തോ ആരോഗ്യമോ സൗന്ദര്യമോ ഒന്നുമല്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ നല്ലത്, കർത്താവ് തന്നതാ. മറ്റൊന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? നടപ്പിലും നിന്റെ കിടപ്പിലും. ദാവീദ് എന്താ പറഞ്ഞത്? കുറച്ചുകൂടെ ആഴത്തിൽ എന്താ പറഞ്ഞേ? അമ്മയുടെ ഉദരത്തിൽ നാം പിണ്ടാധാരമാകുന്നതിന് മുൻപേ. ഗ്ലോറി അല്ലേ? നമ്മളെ കണ്ടില്ലേ തങ്കമേന്റി? അല്ലേ? കർത്താവിൻ്റെ, അതായത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിണ്ടാധാരമാകുന്നതിന് മുൻപേ, അതായത് കൃമികൾ ജനിക്കുന്നതിന് മുൻപേ എന്നെ ദൈവം കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ. കഴുകൻ്റെ കണ്ണറിയോ? കഴുകൻ്റെ കണ്ണ്
കഴുകൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിലാണ് പറക്കുന്നത്. പക്ഷെ അതിൻ്റെ ആഹാരത്തിന് വേണ്ടി ഒരു സെക്കൻഡ് കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്നതിൻ്റെ കണ്ണുണ്ടല്ലോ, അതിൻ്റെ കണ്ണ് താഴെ നിൽക്കുന്ന കോഴിയുടെ ചിറകിനടിയിൽ പതിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. സ്തോത്രം. എന്തിനെന്നറിയാമോ? അത് അതിൻ്റെ ആഹാരമാ. ഒറ്റ സെക്കൻഡോട് താഴെ ഇറങ്ങും. ഇതാണ് ദൈവ പൈതൽ. ആമേൻ. സ്തോത്രം. അവിടെ നിൽക്കട്ടെ. അഭിഷേകത്തെ വായിച്ച് 27-30 വാക്യം വരെ. യിരെമ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം മുതൽ 30-ാമത്തെ വാക്യം വരെ ഉണ്ടോ? നീ എന്റെ ജനത്തിന്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റു നോക്കുന്നവനുമാക്കി വെച്ചിരിക്കുന്നു. അവരെല്ലാവരും മഹാമത്സരികൾ, നുണ പറഞ്ഞു നടക്കുന്നവർ, ചെമ്പും ഇരുമ്പും മാത്രേ. അവരെല്ലാവരും വഷളത്വം പ്രവർത്തിക്കുന്നു, തുരുത്തി ഊതുന്നു, തീയിൽ നിന്ന് വരുന്നത് ഈയമത്രേ. ഊതി കഴിക്കുന്ന പണി വെറുതെ, ദുഷ്ടന്മാർ നീങ്ങിപ്പോകുന്നില്ലല്ലോ. യഹോവ അവരെ ത്യജിച്ചു കളഞ്ഞത് കൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന പേരാകും. കണ്ടോ? കുറച്ചുകൂടി വ്യക്തമായി ചിന്തിക്കണം ഈ ഭാഗം കേട്ടോ. എനിക്ക് ഈ ഭാഗമൊക്കെ ഞാൻ ആമേൻ ഈ പുസ്തകം പരിശോധിക്കും ഭാഗമൊക്കെ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഹൃദയത്തിനകത്തൊക്കെ ഒരു വലിയൊരു ആത്മീക ഉണർവ് വ്യാപരിച്ചു. ഇതൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. നോക്കിക്കേ, ഇവിടെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഭരിക്കേണ്ടത് ദൈവശബ്ദമാണ്. ഞാനിന്ന് ഒരാളിനോട് പറഞ്ഞു, സ്തോത്രം, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഏകദേശം 27 വർഷമായി. കർത്താവിൻ്റെ വേലയിലായിട്ട് 25-26 വർഷമായി. ഞാൻ കർത്താവിനെ അറിയുന്നതിന് മുൻപ് ഞാനൊരു RSS പ്രവർത്തകനായിരുന്നു. RSS പ്രവർത്തകൻ. വോട്ട് പിടിക്കാൻ പോകാനും ഇംഗ്ല വിളിക്കാനും കൊടി പിടിക്കാനും ബാൽ പോസ്റ്റ് ഒട്ടിക്കാനും ഒക്കെ ഓടുന്നൊരു മനുഷ്യനായിരുന്നു. ഇന്നൊരാളിനോട് പറഞ്ഞതാ. പക്ഷെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയെല്ലാം ബന്ധിച്ചു. സ്തോത്രം. കംപ്ലീറ്റ്. ആമേൻ. എന്തെന്നറിയാമോ? പുസ്തകം പഠിക്കാൻ. ഇപ്പോൾ ഒരു ഓട്ടുണ്ട്, ദേ പോവും, ആരാ നിൽക്കുന്നത് ഒരു വോട്ട് കൊടുക്കും, മിണ്ടാതെ പോരും. അവിടെ എങ്ങും നിൽക്കത്തില്ല, ഓടിച്ചത് ലൈനിൽ നിൽക്കും, ഒരു വോട്ട് കൊടുക്കും. കർത്താവ് രക്തത്താൽ ചെയ്യാം, നീ എൻ്റെ ആമൻ നിൻ്റെ പൈതലാണ് ഞാൻ, കർത്താവ് രക്തത്താൽ ചെയ്യാം. ഞാൻ പോകുമ്പോൾ എനിക്ക് അവിടെ ഒന്നും ആമൻ എന്തെങ്കിലും തിരക്കൊന്നും കാണരുത്, പെട്ടെന്ന് ഇടണം, പോകണം. ഞാൻ വോട്ടിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വോട്ടിട്ട് ഇറങ്ങി ഉടൻ തന്നെ വിളിക്കുക, എവിടെ നിൽക്കുന്നു? ഞാൻ വോട്ടിട്ടേക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വീടെത്താറായി. സ്തോത്രം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ശിക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവ പൈതൽ എവിടെ ഏത് ഭാഗത്ത് നമ്മൾ ഒഴിയാതിരിക്കുന്നുവോ ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവജനം പഠിക്കുന്നത് നമ്മൾ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്, നമ്മൾ എവിടെ നിന്നാണ് ലോകത്തിൽ കിടന്ന നമ്മളെ കർത്താവ് എടുത്ത് ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതിൻ്റെ കാര്യമെന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഈ അധ്യായമൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കേട്ടും സങ്കീർത്തനം ചിന്തിച്ചവരായിരിക്കും. പക്ഷെ അതല്ല ഇത്. ഇതൊരു പഠനമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ എവിടെ ഇരിക്കണം, എവിടെ നടക്കണം, എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം, എന്തൊക്കെയാ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യാദികൾ വചനത്തിനകത്ത് വ്യക്തമായുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ബൂത്തിൽ ആരെ നിൽക്കുന്ന മത്സരിക്കുന്ന പോലെ എനിക്കറിയില്ല. ചെന്നപ്പോഴാ അവിടെ ഓരോരുത്തർ വന്നു പോകുന്ന കണ്ടത്. സ്തോത്രം. കാരണം അങ്ങനെ ആയിരിക്കണം ഒരു ദൈവ പൈതൽ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അവിടെ വായിച്ചത്, നീ എൻ്റെ ജനത്തിൻ്റെ നടപ്പ്. ഇന്ന് രാത്രി നിങ്ങൾ ആവർത്തിച്ച് വായിക്കണം. ദാവീദ് തുടങ്ങിയത് എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. നീ നിൽക്കുമെന്ന് എനിക്കറിയാം. പരിഹാസികളുടെ ഇരിപ്പിടത്ത് നീ ഇരിക്കാതെയും എനിക്കറിയാം നീ ഇരിക്കുമെന്ന്.
ഇതെല്ലാം ദാവീദ് മുൻപേ കണ്ടാണ് ഈ പുസ്തകം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. നോക്കി അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ നുണ പറഞ്ഞ് നടക്കുന്നവരെ കുറിച്ചും ചെമ്പും ഇരുമ്പും അത്രേ. ആരാണ് നുണ പറയും നടക്കുന്നവർ? ആരാണെന്ന് പറയാം, പറഞ്ഞേ. ചെമ്പും പറ, ഇരുമ്പും എത്രേ, ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് നുണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരായി. പറ, നമ്മൾ ഭാഗ്യമാരാ. എന്നെക്കുറിച്ച് നുണ പറഞ്ഞാൽ ഞാൻ ഭാഗ്യവാനാ. ചോദിക്കാനൊന്നും പോകണ്ട കേട്ടോ. എന്തിനാ ചോദിക്കാൻ പോകുന്നത്? അവർ 10 നമ്മുടെ അനിൽ പി കെ അഭിഷത്തിരിപ്പുണ്ട്. ഇതിനകത്ത് നമ്മുടെ പാട്ട് പാടുന്ന അഭിഷത്തന്മാരിരിപ്പുണ്ട്. ഇപ്പോൾ തൻ്റെ ഓട്ടോറിക്ഷയിൽ ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുക. ആ ഓട്ടോറിക്ഷ എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം എന്താ പറ്റും? ആ പരസ്യം വായിക്കും അല്ലേ? വായിക്കൂല്ലേ? വായിക്കും. ഒരു കൺവെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ ആ റൂട്ടിൽ എത്ര റൂട്ടുണ്ട് അത്ര ന്യൂസ് പേപ്പർ ഇടുന്ന ആൾക്കാരുടെ നമ്മൾ വാൾ പോസ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് പറയും, എന്താണ് ഈ പോസ്റ്റ് കൂടെ അതിനകത്ത് തിരികെ കയറ്റിക്കോ എന്ന് പറയും എല്ലാ വീട്ടിലും അല്ലേ? അപ്പം നമ്മുടെ പേര് അവിടെ ഇതിലെത്തിയില്ലേ? അതുപോലെ തന്നെ ഇവർ നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. അതിനുവേണ്ടി അവരെ ദൈവം പരിശുദ്ധാത്മാവല്ല അവർ അഭിഷേകം ചെയ്തത്. പറ പറ പറ, അവരെ ദൈവം, ഈ ലോകത്തിലെ ദൈവം അവർ അഭിഷേകം ചെയ്തു. അതുകൊണ്ട് അവർ നുണ പറഞ്ഞ് നടക്കട്ടെ. അവരെ പിന്നാലെ നീ എന്ത് എന്നെക്കുറിച്ച് പറഞ്ഞ് ചോദിക്കേ ചെയ്യരുത്. എങ്കിൽ ദൈവത്തിൻ്റെ അടി കുറയും. നമുക്കതിന് സമയമൊന്നുമില്ല. ചോദിക്കേ ചെയ്യരുത്. സ്തോത്രം. അപ്പോൾ നോക്കൂ 29-30 വാക്യം. വെറുതെ ദുഷ്ടന്മാർ. കണ്ടോ? വെറുതെ ദുഷ്ടന്മാർ. എല്ലാം വ്യാഖ്യാനിക്കാൻ സമയം പോരാ. വെറുതെ, ചിലത് വെറുതെ വരും. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞ്, നമ്മളിവിടെ വായിച്ചതിൻ്റെ ആ വാക്കുകൾ ഇങ്ങനെ വരികയാ. സ്തോത്രം. നോക്കിക്കേ, നമ്മൾ എവിടെയാ എഴുതി നിർത്തിയത്? എവിടെ എഴുതി നിർത്തിയതേ? നമ്മൾ എഴുതി നിർത്തിയത് പറഞ്ഞേ, ശോധന ചെയ്യുക എന്നുള്ള പദം ആമേ കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ് അല്ലേ? അതിനോട് ചേർന്നാണ് നമ്മൾ ഈ 6:27-30 വാക്യം വായിച്ചത്. സ്തോത്രം. അടുത്ത് എഴുതിക്കോളൂ. നീതിമാനെ ശോധന ചെയ്യുന്നു. നീതിമാനെ ശോധന ചെയ്യുന്നു. സ്തോത്രം. ശോധന ചെയ്യുന്നു എന്നതുകൊണ്ട് നീതിമാനെ ശിക്ഷിക്കുന്നു. നീതിമാനെ ശിക്ഷിക്കുന്നു എന്ന അർത്ഥമല്ല. ദുഷ്ടന്മാരിൽ നിന്നും നീതിമാന്മാരെ യഹോവ വേർതിരിച്ചിരിക്കുന്നു. ദുഷ്ടന്മാരിൽ നിന്നും നീതിമാന്മാരെ യഹോവ വേർതിരിച്ച് കാണുന്നു. അപ്പോൾ നീതിമാനെയും ദുഷ്ടനെയും തമ്മിൽ എന്താണ്? ദുഷ്ടന്റെ ആമേൻ ആ വാക്കിനകത്ത് നിന്നല്ല വേർതിരിച്ചിരിക്കുന്നത്. നീതിമാൻ എന്ത് ചെയ്യുന്നു? ദുഷ്ടനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു. ആരാ വേർതിരിച്ചേ? ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യഹോവ വേർതിരിച്ച് കാണുന്നു. ആരെ? നീതിമാന്മാരെ യഹോവ വേർതിരിച്ച് കാണുന്നു. ഉറപ്പായിട്ടും ഇന്ന് രാത്രി നമ്മെ വേർതിരിച്ച് കാണുന്നൊരു ദൈവമുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇത്രയും നിങ്ങൾ ഈ സ്ക്രീനിൽ നമ്മൾ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരെ എനിക്കറിയാം. നിങ്ങൾ എവിടെ നിന്നാലും എനിക്കറിയാം. എന്താ എനിക്കറിയാത്ത കാര്യം? സ്തോത്രം. എനിക്കറിയാം നിങ്ങളെല്ലാവരെയും. നിങ്ങൾ എത്ര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇരുന്നാലും എനിക്കറിയാം. കാരണം എന്താണെന്നറിയാമോ? അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. സ്തോത്രം. അത് ഏത് ഭംഗിയെന്നറിയാമോ? നിങ്ങൾ കണ്ണാടി നോക്കണം കേട്ടോ. നിങ്ങൾ ഒരുങ്ങും വീട്ടുന്ന ഭംഗിയല്ല. ക്ലാസ് അല്ലെങ്കിൽ ഒരു ആരാധന കഴിഞ്ഞ് വെളിയിറങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് കണ്ണാടി നോക്കണം, അല്ലെങ്കിൽ വണ്ടി കയറിയിട്ട്. ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടോ? അഭിഷത്തൻ പുള്ളിക്ക് മനസ്സിലായി. സ്തോത്രം. നമ്മൾ ആരാധന ഒരു വർഷിപ്പ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുമ്പോഴേ ഒരു ഭയങ്കര ഭംഗിയാണ്.
അപ്പോൾ എന്താണ്? ദുഷ്ടൻ ആമേൻ അവിടെ അകമ്പതിക്കുമ്പോൾ നീതിമാന്മാരെ ദൈവം വേർതിരിക്കുന്നു. എന്തിനാ? അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി നമ്മൾ വേർതിരിക്കുന്നത്? അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഈ ഫലമായി യഹോവയിൽ ദുഷ്ടന്മാർ വെറുക്കപ്പെടുന്നു. എന്ത് ചെയ്യുന്നു? വെറുക്കപ്പെടുന്നു. യഹോവയിൽ ദുഷ്ടന്മാർ എന്ത് ചെയ്യുന്നു? വെറുക്കപ്പെടുന്നു. സ്തോത്രം. അവിടെ നമുക്ക് പേടിക്കണ്ട. നമ്മൾ കർത്താവിൻ്റെ നീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചില പോരുകളൊക്കെ വരും. പ്രൈസ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട. വിലാപങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 4-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒന്ന് വായിച്ചേ. വിലാപങ്ങൾ 4:21 അവിടെ ഒന്ന് വായിച്ചേ ആ വാക്യം. പെട്ടെന്ന് എടുത്തോളൂ. ഊഷ്ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രിയെ സന്തോഷിച്ച് ആനന്ദിക്കാം. പാനപാത്രം നിന്റെ അടുക്കലേക്കും വരും. നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ നഗ്നയാക്കും. ഇവിടെ ദുഷ്ടന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ വിലാപങ്ങളുടെ പുസ്തകം നിങ്ങൾ എന്ത് ചെയ്യണം? 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെയും 8-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെയും 16-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നതും 21-ാമത്തെ വാക്യത്തിലും 20-ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോഴും അവിടെ വായിക്കുന്നത്, സിയോൻ പുത്രിയെ നിന്റെ ജീവിതത്തിനകത്ത്, നമുക്കറിയാം സിയോൻ പുത്രിയെക്കുറിച്ച് ഒത്തിരി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. നീ എന്ത് ചെയ്യണം? ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക. ഉച്ചത്തിൽ നീ എന്ത് ചെയ്യണം? നിന്റെ രാജാവ് കഴുതപ്പുറത്തും കഴുതപ്പുറത്തും വരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സെക്രിയാവിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. 9-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ സിയോൻ പുത്രിയെക്കുറിച്ച് ദൈവം ഒത്തിരി പദങ്ങൾ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഏദോം പുത്രിയെക്കുറിച്ച് പറയുക, സന്തോഷിച്ച് ആനന്ദിക്കുക. പാനപാത്രം നിന്റെ അടുക്കിലേക്ക് വരും. നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ. സ്തോത്രം. ആമേൻ. അപ്പൊ സിയോൻ പുത്രിയെക്കുറിച്ചും ഏദോം പുത്രിയെക്കുറിച്ചും അവിടെ നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് ഭാഗത്ത്, ഒന്ന് സിയോനിൽ ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലമായിരിക്കുന്ന, ദൈവം വസിക്കുന്ന സിയോനകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപൈതൽ. സ്തോത്രം. അപ്പോൾ തന്നെ ദൈവത്തെ തള്ളിക്കളഞ്ഞ് നാമത്തെ ദുഷിക്കുന്ന, അല്ലെങ്കിൽ ദൈവമക്കൾക്കെതിരെ വിരോധമായി നിൽക്കുന്ന ഏദോം പുത്രിയെക്കുറിച്ച് പറയുന്നത്, നീ എന്ത് ചെയ്യും? നിന്റെ ലഹരിയുടെ മധ്യത്തിൽ നിന്റെ ജീവിതം നഗ്നമായി പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവപൈതലേ, ഓരോ ദൈവപൈതലിൻ്റെയും ജീവിതത്തിനകത്ത് നമ്മൾ മുമ്പിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവശബ്ദം കേൾക്കുന്ന ദൈവ കുഞ്ഞിനു വേണ്ടി എക്കാലത്തും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ഒന്ന് നോക്കൂ, 116 സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, 116-ന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പദം വളരെ ശക്തമായിട്ട് അവിടെ പ്രതിപാദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ രക്ഷയുടെ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടെ നമ്മൾ വായിച്ചെന്താണ്? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ എന്ത് ചെയ്യും? വിളിച്ചപേക്ഷിക്കും.
നമ്മൾ നേരത്തെ വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് വായിച്ചത് എന്താണെന്നറിയാമോ? ഏത് പാനപാത്രം അവിടെ വായിച്ചത്? ആമേൻ, ആമേൻ, ആനന്ദിക്കുക, പാനപാത്രം നിന്റെ ആമേൻ അടുക്കിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാനപാത്രം ഇതേ വേറൊരു പാനപാത്രമാണ് ആരുടെ മുമ്പിൽ ഒന്നറിയാമോ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ദാനിയേൽ അവരുടെ മുമ്പിൽ ഒന്ന് വേറൊരു പാനപാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആമേൻ, ഓരോ തലത്തിലും നമ്മൾ വരുമ്പോൾ അത് ആ പാനപാത്രമല്ല നെബൂഖദ്നേസർ രാജാവിൻ്റെ അടുത്തുന്ന പാനപാത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആ പാനപാത്രമല്ല, ഈ പാനപാത്രമല്ല ഇയ്യോബിൻ്റെ മക്കളുടെ മുമ്പിൽ വന്ന പാനപാത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പാനപാത്രങ്ങളുടെ ആ കാര്യങ്ങൾ കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് ആമേൻ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടെ ദുഷ്ടന്മാർക്ക്, എഴുതിക്കോളൂ, 116:13 ചെറിയൊരു വ്യാഖ്യാനമാണ്. പക്ഷേ ഇവിടെ ദുഷ്ടന്മാർക്ക് വിധിച്ചിരിക്കുന്നത് അഗ്നി കൊണ്ടുള്ള നാശമാണ്. അഗ്നി കൊണ്ടുള്ള നാശമാണ്. കർത്താവ് എന്താ പറഞ്ഞ വചനത്തിൽ? ഇനി ഞാൻ ഈ ഭൂമി എന്ത് ചെയ്തിട്ടില്ല? വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല. സ്തോത്രം. ഇനി എന്താ വരാൻ പോകുന്നത്? അഗ്നി. സ്തോത്രം. ഇപ്പം മിഡിൽ ഈസ്റ്റ് മൊത്തം അഗ്നിയിൽ നമുക്കറിയാം. ജോർദാനിൽ ആമേൻ മരിച്ച ജനസംഖ്യകൾ കേട്ട് കാണും. പ്രൈസ് ദി ലോർഡ്. ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. 1000 പേര് മരിക്കുമ്പോഴാണ് ചില ചെറിയ ചെറിയ കണക്കുകൾ പുറത്തേക്ക് വിടുന്നത്. സ്തോത്രം. പല ഭാഗത്തും ആരംഭം കുറിച്ചു കഴിഞ്ഞു. പ്രാണകാന്തൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു. സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 17-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, സങ്കീർത്തനങ്ങൾ. അപ്പോൾ തന്നെ ഈ 11-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ ലാസ്റ്റ് വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്ന ഒരു ദൂത് നമുക്ക് നോക്കാം. ലാസ്റ്റ് വാക്യം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മളിപ്പോൾ എടുത്ത 11-ാം സങ്കീർത്തനം അതിൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും: യഹോവേ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. എന്ത് ചെയ്യുന്നു? യഹോവ നീതിമാൻ എന്ത് ചെയ്യുന്നു? അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. നേരുള്ളവർ മാത്രമേ കാണത്തുള്ളൂ, ഇല്ലാത്തവരോ? വായിക്കാമോ? 17-ാമത്തെ അധ്യായം 17-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്ക് വായിക്കുന്നത് ഇങ്ങനെയാണോ: ഞാനോ നീതിയിൽ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാവും. ആമേൻ. ഞാനോ നീതിയിൽ നിന്റെ മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. ആമേൻ. അപ്പൊ ഞാനോ സ്തോത്രം നീതിയിൽ നിന്റെ മുഖത്തെ കാണും. അപ്പൊ ഇന്ന് രാത്രി ഈ 11-ാമത്തെ അധ്യായം തീരുമ്പോൾ ഇവിടെ ആമേൻ കാണുന്ന ഒരു കാഴ്ച, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇവിടെ കണ്ടത്? കർത്താവിൻ്റെ കണ്ണുകൾ. അതാണ് നമ്മുടെ കണ്ണുകൾ. സ്തോത്രം. നമ്മൾ ചിലത് കാണും. ആമേൻ. സ്തോത്രം. നമ്മൾ ചിലത് കാണും. കണ്ണുള്ളവൻ ഇന്ന് രാത്രി, കർത്താവിൻ്റെ കണ്ണുള്ളവൻ ചിലത് കാണും. ചില വെളിപ്പാടുകൾ താൻ കണ്ടുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആമേൻ മുമ്പിൽ നോക്കിയേ, നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഉണരുമ്പോൾ, അപ്പോൾ ഉണരാനും ഉറങ്ങാനും പിന്നെ ഉണരാനും ദൈവം നമുക്ക് അവസരം ഒരുക്കിയിരിക്കുക. ഉറങ്ങാൻ മാത്രമല്ല, പിന്നെയോ ഉണരാനും. ആമേൻ. ഇത്രയുമാണ് നമ്മുടെ 11-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് ആമേനുള്ള ചില കാര്യാദികൾ. ഇനി അടുത്ത നേരെ വരുന്നത് 12-ാം സങ്കീർത്തനമാണ്. അതിനകത്ത് നമ്മൾ കാണുന്നത്
സങ്കീർത്തനം 12 അതിനകത്ത് കാണുന്ന ഒരു ദൂത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഹെഡിങ് ഒന്ന് എഴുതി ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് അടുത്ത ആമേൻ ഭാഗത്തേക്ക് പോകാം. ഒരു വാക്യം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അത് വായിച്ച് മുമ്പിലോട്ട് നമുക്ക് പോകാം. വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 9-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കയില്ല. ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. ആമേൻ. 9-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഇനി സകല ജഡവും, പ്രൈസ് ദി ലോർഡ്, ജലപ്രളയത്തിൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. സ്തോത്രം. നോക്കൂ, ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പോലെ ഇതൊന്നും സംഭവിക്കത്തില്ല. ഇനി എല്ലാം അഗ്നി കൊണ്ട് വളരെ പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 12-ാമത്തെ അധ്യായത്തിൻ്റെ നിങ്ങൾ ഹെഡിങ് എഴുതിക്കോളൂ. 12-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് നിങ്ങൾ എഴുതിക്കോളൂ. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഇതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമുക്കിതിൻ്റെ ഹെഡിങ് ആയിട്ട് എഴുതാൻ. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഇത് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഈ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ദാവീദ് അനുഭവിച്ച ഒരു പുസ്തകമാണ്. നമുക്കറിയാം 11, 12, 13, 14, 15 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ ഈ തുടർമാനമായ 5 അധ്യായത്തിനകത്തും ഒത്തിരി അനുഭവിച്ച അനുഭവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ തന്നെ ഇവിടെ പറയുന്നതാണ്, ഭക്തന്മാരില്ലാതെ പോകുന്നു. അവരാരാ? മനുഷ്യപുത്രന്മാരിൽ വളരെ 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 ആമേൻ കുറഞ്ഞിരിക്കുന്നു. സ്തോത്രം. കുറവാ. ഇന്നിപ്പോൾ നമ്മളൊരു ചർച്ചിനകത്ത് ഒരു 50 പേരുണ്ടെങ്കിൽ അതിനകത്ത് യഥാർത്ഥമായി ആരാധിക്കുന്ന ഒരാളായിരിക്കും. സ്തോത്രം. അല്ലെങ്കിൽ 2 പേരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഉദ്ദേശിക്കും, അയ്യോ പാസ്റ്റർ ഞങ്ങൾ എല്ലാവരും ആരാധിക്കുന്നതല്ലേ? ആ ആരാധന അല്ല ദൈവം ആഗ്രഹിക്കുന്നത് കേട്ടോ. എല്ലാ തലത്തിലും, പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, വചനധ്യാനത്തിൽ, അവൻ എല്ലാ കാര്യത്തിലും ചിലപ്പോൾ ഒരാളായിരിക്കും ഒരാലയത്തിനകത്ത് ഉണ്ടായിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. കർത്താവ് അതാ നോക്കുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ മാത്രമല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ എല്ലാ ജീവിത യാത്രകളിലും, എല്ലാ തലത്തിലും നമ്മൾ എവിടെയെല്ലാം ആയിരിക്കുമോ അവിടെ എല്ലാം ദൈവം നമ്മെ നോക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ കൂടെ ഇരിക്കുക. ആ കണ്ണാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. അപ്പോൾ ഈ കണ്ണ് നമ്മെ ആമേൻ സ്തോത്രം ചിലത് കാണാൻ, ചിലത് നമ്മെ ദർശിക്കുവാൻ ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ കണ്ണുമായിട്ട് കോർത്തിണക്കണം. സ്തോത്രം. ആമേൻ. ചെറിയ കണ്ണല്ലേ അല്ലേ? ഒരു 150 ഗ്രാമറ്റ വരും 2 കണ്ണും കൂടെ ചേർത്ത. പക്ഷെ നമ്മൾ കാണുന്നതോ വലിയ കാര്യമില്ല. നമ്മൾ കാണുന്നേ ചെറിയ കണ്ണുകൊണ്ട് വലിയ കാഴ്ചയല്ലേ? അങ്ങനെ നമ്മൾ ചെറുത് കാണണ്ട, വലുത് കാണുക. വലിയ വലിയ സംഭവങ്ങൾ നമുക്ക് കാണാനുള്ള കാഴ്ചപ്പാട് ഈ ദിവസങ്ങൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. നമ്മൾ പറയുന്നത് തന്നെ സംഭവിക്കണം. നമ്മൾ പറയുന്നത്, സ്തോത്രം, നമ്മൾ എന്താണോ പറയുന്നത് അത് സംഭവിക്കണം. ആമേൻ. 1-2 കാര്യങ്ങൾ എഴുതിക്കോളൂ. സ്തോത്രം. പരീക്ഷയ്ക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ. സ്തോത്രം. യഹോവയുടെ വാക്കുകളാണ്
അല്ലെങ്കിൽ അരുളപ്പാട് ആണ്. എളിയവർ ദരിദ്രന്മാർ എന്ന പദങ്ങൾ പരസ്പരം ഏകദേശം 23 പ്രാവശ്യം സങ്കീർത്തനങ്ങളിൽ കാണുന്നു. വളരെ സാധാരണമായ ഒരു പദമാണ് ഇവിടെ ദരിദ്രന്മാർ. അല്ലേ? 23 പ്രാവശ്യം സങ്കീർത്തനങ്ങളിൽ, ഈ സങ്കീർത്തനം മാത്രമല്ല കേട്ടോ, 150 സങ്കീർത്തനത്തിനകത്ത് ദരിദ്രന്മാർ എന്ന പദങ്ങൾ 23 പ്രാവശ്യമുണ്ട്. 23 പ്രാവശ്യം. ശ്രദ്ധിക്കണേ, ഇതില് അടുത്ത് ഒരു പദം, ആമേൻ, 23 പ്രാവശ്യം സങ്കീർത്തനങ്ങളിൽ കാണുന്നു. വളരെ സാധാരണമായ ഒരു പദമാണ് ഇവിടെ ദരിദ്രന്മാർ എന്ന മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. ചെയ്യപ്പെട്ടിരിക്കുന്ന പദം സാമ്പത്തിക ക്രമമായി പരിശോധന അനുഭവിക്കുന്നവരാണ് ഈ പദം പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലേ? പലയിടത്തും പറയാറില്ലേ, പോണോ ദരിദ്രൻ, കണ്ടോ ദരിദ്രൻ എന്ന് പറയാറുണ്ട്. സ്നേഹത്തോടൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു പിച്ചക്കാർ, ഇപ്പം പിച്ചക്കാരൊന്നും അങ്ങനെ വരാറില്ല, എങ്കിലും വരുന്ന പിച്ചക്കാർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കാറുണ്ട് അല്ലേ? നമ്മൾ എന്തെങ്കിലും കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ഇന്ന് പിച്ചക്കാർ വീട്ടിൽ വരുന്നത് വളരെ കുറവാണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും സാമ്പത്തികമൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും പിച്ചക്കാർ വരാത്ത. അല്ലെങ്കിൽ ആമേൻ, പിച്ചക്കാർ മിക്ക പ്രാവശ്യങ്ങൾ വീട്ടിൽ വരുന്നവരാ, പക്ഷെ ഇപ്പം അങ്ങനെ വരാറില്ല. ആമേൻ. നമ്മൾ എഴുതിയല്ലേ, ഈ പദം പലയിടത്തും ആവർത്തന പുസ്തകം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 2:8. സങ്കീർത്തനങ്ങൾ 112:9. സങ്കീർത്തനങ്ങൾ 112:9, 113:7, 132:15. മുപ്പത്തിയേഴിന്റെ 14.
86:1. ഈ പദം ഫക്തൻ എന്നതിന് തുല്യമാണ്. അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞ്? ഇത് വേറെ ഏതെങ്കിലും യേശു പറഞ്ഞ ഏതെങ്കിലും വാക്യമുണ്ടോ? ഈ പദം ദരിദ്രൻ എന്ന് പറഞ്ഞ പദം ഫക്തൻ എന്നാണ് ഇവിടെ വ്യാഖ്യാനകർത്താവ് പറയുന്നത്. അങ്ങനൊരു വാക്യം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. യെസ്, മത്തായി സുവിശേഷം 5-3 അവിടെ യേശു എന്താ പറഞ്ഞേ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം ഇവർക്കുള്ളത്. അപ്പോ ഈ പദം എന്ന് പറഞ്ഞാൽ ഫക്തൻ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. ആരെങ്കിലും നിങ്ങൾ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. ഞാൻ ആരാ? യേശുവിന്റെ സന്നിധിയിൽ വചനപ്രകാരം ആരാ? ഫക്തൻ. ആമേൻ. ഇന്നത് കേൾക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. (41:10) യഹോവേ എഴുന്നേൽക്കണമേ എന്ന പ്രാർത്ഥന കൊണ്ട് യഹോവേ എഴുന്നേൽക്കണമേ എന്ന പ്രാർത്ഥന കൊണ്ട് പ്രതിക്രിയ ചെയ്തതായി ബ്രാക്കറ്റിൽ എഴുന്നേൽക്കണമേ എന്നതാണ് ഭക്തന്മാർ. എഴുന്നേൽക്കണമേ എന്നതാണ് ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത്. (3-ാം) സങ്കീർത്തനം 3:1-7 വരെ. 7-ാം അധ്യായം 6-ാം വാക്യം, 9-ാം അധ്യായം 19-ാം വാക്യം, 10-ാം അധ്യായം 12-ാം വാക്യം, 17-ാം അധ്യായം 13-ാം വാക്യം. അടുത്തെഴുതിക്കോളൂ. വാക്കുകളുടെ നശീകരണ ശക്തിയെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. മൂന്നാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ വളരെ വളരെ അധികം വാക്കുകൾ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ യാക്കോബ് അവിടെ എഴുതി വച്ചിരിക്കുക. ഒന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം. 6-ാം വാക്യം പറയുന്നത് നാവ് ഒരു തീ തന്നെ. 6-ാം വാക്യം എന്താ പറയുന്നത്? നാവ് ഒരു തീ തന്നെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ അന്യഭാഷയോടെ ആരാധിക്കുന്ന ഒരു ആമേൻ അഭിഷക്തനാകട്ടെ അഭിഷക്തയാകട്ടെ, നാവ് തീയാണ്. ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞു നോക്കൂ, അത് സംഭവിക്കണം. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ തളർവാദം പിടിച്ചിരുന്നൊരു മാതാവ് മെസ്സേജ് പറഞ്ഞുകൊണ്ട് നിന്നപ്പോ
അവർ കൊണ്ടുവന്ന ആ വേക്കർ രണ്ട് കമ്പികൾ കൂട്ടിയ ഒരു സംഭവം അതിനെ എടുത്ത് മാറ്റി നടക്കുക. അവിടെ എന്താ സംഭവിച്ചത്? വാക്കുകളുടെ സാന്നിധ്യം, വാക്കുകളുടെ ആഴം, തീ അവിടെ വ്യാപരിച്ചു. വാക്കുകളിൽ കൂടെ തീ. സ്തോത്രം. അതായിരിക്കണം ദൈവമക്കൾ. സഭകൾക്കകത്ത്, നമ്മുടെ ആരാധന കൂട്ടായ്മ ഭവനത്തിനകത്ത് അന്യഭാഷയിൽ എത്രത്തോളം ആരാധിക്കാൻ കഴിയുമോ അത്രത്തോളം ആരാധിക്കണം. സുപ്രീം കോടതി അനുവദിച്ചിരിക്കുക. വീട്ടിൽ ആരാധനയ്ക്ക് കുഴപ്പമില്ല, ആരാധിച്ചോ. ഹൈക്കോടതിയിലും പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി, ഹൈക്കോടതി എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരാധിച്ചോ. വീട്ടിൽ ആരാധനയ്ക്ക് ഒരു വിലക്കുമില്ല. അന്യഭാഷയിൽ അങ്ങോട്ട് ഇടിവെട്ടി ആരാധിക്കുക. അങ്ങനെയെങ്കിലും നിങ്ങളിന്ന് ഗുണപ്പെടട്ടെ എന്നാണ് കോടതി പറയുന്നത്. എവിടെ ഞാൻ വാ തുറന്ന അപ്പുറത്തുള്ളവരെന്തെങ്കിലും പറയണമെങ്കിലോ? അങ്ങനെ ഇരുന്നാൽ പിന്നെ ഒന്നും സംഭവിക്കത്തില്ല. സ്തോത്രം. അപ്പൊ എന്താണ്? നാവ് ഒരു തീ തന്നെ. അത് നമ്മുടെ അകത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? അകത്തളങ്ങളിൽ ഒരു പ്രവൃത്തി അങ്ങോട്ട് വെളിപ്പെടുത്തും. സ്തോത്രം. അകത്ത്. പ്രൈസ് ദി ലോർഡ്. അത് അകത്തേക്ക് വ്യാപരിക്കുമ്പോൾ ദേഹത്തെ എന്ത് ചെയ്യും? മുഴുവനും എന്ത് ചെയ്യും? ആമേൻ. സ്തോത്രം. അങ്ങോട്ട് വ്യാപരിക്കും. സ്തോത്രം. പക്ഷെ ഇതേ നാവ് തന്നെ ശരീരത്തെ മുഴുവനും എന്ത് ചെയ്യും? പറഞ്ഞേ, മലിനമാക്കും. ഇതേ നാവ് തന്നെ ശരീരത്തെ എന്ത് ചെയ്യും? രോഗിയാക്കും. ഇതേ നാവ് തന്നെ ഒരു മനുഷ്യനെ എന്ത് ചെയ്യും? ഇല്ലാതാക്കും. ഇതേ നാവ് തന്നെ കറിക്ക് ഉപ്പ് നോക്കുന്നത് ഈ നാവ് തന്നെ. വേറെ നാവൊന്നും വരാനില്ല. ഇനി സ്തോത്രം പറയാം ഒരു നാവ്, നുണ പറയാം വേറൊരു നാവ്, അപ്പുറത്തെ അതിരുകല്ല് മാന്തി അതിരുകല്ലെടുത്ത് മാറ്റിയിടാൻ പറയുന്നത് ആ ഒരു നാവെന്ന് ഒറ്റ നാവേ ഉള്ളൂ. ആ നാവ് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ ആ 3-ാമത്തെ വാക്യം മുതലേ. ആമേൻ. സ്തോത്രം. 10-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചേ. കുതിരെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഈ നാവ് തന്നെയാണ് ഇന്ന് രാത്രി നമ്മളൊന്ന് ശുദ്ധീകരിക്കേണ്ടത്. സ്തോത്രം. ആമേൻ. ഇന്ന് സഹോദരിമാരെക്കാളും നുണ പറയുന്ന സഹോദരിമാരെ കുറേയൊക്കെ മാറി. ഇപ്പൊ സഹോദരിമാരെക്കാളും കൂടുതൽ നുണ പറയുന്നത് സഹോദരന്മാരാ. ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇത് യൂട്യൂബിൽ പോകുന്നതാ. ഇത് ഉള്ള കാര്യമാണ് പറയുന്നത്. പാസ്റ്റർമാരാ നുണ പറയുന്നത് കംപ്ലീറ്റ്. അഭിഷേകം പ്രാപിച്ചവരൊക്കെ നുണ പറയുന്നു. നുണ പറച്ചില്ല. വീട് തോറും കയറി ഇറങ്ങി പറയും. വിശാലം ഉണ്ടല്ലോ, കഷത്തിൽ ബൈബിളും ഉണ്ടെങ്കിൽ. നുണ പറയുന്ന പാസ്റ്റർമാർ രാവിലെ എണീറ്റ് എന്നിട്ട് ബെൽറ്റ് മുറുക്കി ഒഴിച്ചിട്ട് പറയും,
എനിക്കിന്ന് ഇങ്ങോട്ടാ ലക്ഷണം കിട്ടിയിരിക്കുന്നത്, ഇങ്ങോട്ടാ. ആ വത്സം വരെ വീട് വഴി ഇങ്ങനെ കറങ്ങി, അതുവഴി കറങ്ങി, ഇതുവഴി. അതെന്തൊരു പോക്ക്? അതൊന്നും അല്ല. ആമേൻ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ഇത് നമുക്കുള്ള ദൂത, രക്ഷിക്കപ്പെട്ടവർക്കുള്ളതാ. ഇത് അപ്പുറത്ത് അവറാച്ചലുള്ളതല്ല. ഇത് എനിക്ക് നിങ്ങൾക്കുള്ളതാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഇന്ന് രാത്രി നമ്മൾ പാലിക്കണം. എന്ത് പാലിക്കണം? ഇതിനകത്തടങ്ങി യാക്കോബ് പറയാ, വാക്കുകളുടെ ആഴം ഭയങ്കരമാണ്. വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായ വാക്കുകൾ. സ്തോത്രം. ആമേൻ. അടുത്ത് ഒരു 1-2 ലൈൻ എഴുതിയിട്ട് നമുക്ക് നിർത്താം. തീർന്നു ഇന്നത്തെ ക്ലാസ്. പുരാതന ഇസ്രായേൽ ന്യായവിചാരണ സന്ദർഭങ്ങളിൽ തെറ്റും ശരിയും നിശ്ചയിക്കുന്നതിന് സാക്ഷികളെ മാത്രമാണ് ആശ്രയിക്കുന്നത്. മറ്റ് തെളിവുകളും വിവരങ്ങളും ഇല്ലാത്ത പുരാതന കാലത്ത് കുറ്റം തെളിയിക്കാൻ സാക്ഷികളുടെ മൊഴിയല്ലാതെ വേറെ ഒന്നും തന്നെയല്ല അതായത് കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ഭാവി സാക്ഷികളുടെ ആശ്രയത്തിലായിരിക്കും. പണ്ട് കാലങ്ങളിൽ, പുരാതന കാലങ്ങളിൽ എന്ത് ചെയ്യുന്നറിയാമോ? അന്ന് അവിടെ എവിഡൻസ് അല്ല വിഷയം. എവിഡൻസ് എന്ന് പറഞ്ഞാൽ സാക്ഷികളാണെന്ന് വേണ്ടത്. ആമേൻ. അതല്ലേ യേശുവിനെ വെച്ചുകൊടുക്കാൻ വേണ്ടി യൂദയെ കണ്ടുപിടിച്ചില്ലേ? അതുപോലെ വ്യക്തികളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്ന് എവിഡൻസ് വേണം, തൊണ്ടി മുതൽ വേണം. അന്നത് വേണ്ട. ഇവൻ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോഴവിടെ വെച്ചവനെ തട്ടാനുള്ള നിയമം അവിടെ തന്നെ ഉണ്ട്. ഒരു വാക്യം കൂടെ എഴുതി നിർത്താം. ഒറ്റ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാമത്തെ അധ്യായം എഴുതി നമുക്ക് നിർത്താം.